ഹെയർ ട്രാൻസ്പ്ലാന്റ് അപ്ഡേറ്റ് ഡേ 5. സോ ഡേ 4 കമ്പയർ ചെയ്യുമ്പോൾ സ്വെല്ലിങ്ങിൽ വലിയ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് കാണുന്ന പോലെ ഈ ഒരു ഐൻ്റെ താഴെ ഇപ്പോഴും കുറച്ച് നീർക്കെട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ ഫേസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതല്ല, ആക്ച്വലി ഇത്രയും റൗണ്ടഡ് അല്ല. ഈ ഒരു രണ്ട് സൈഡും റൗണ്ടഡ് ആയി തോന്നുന്നതിൻ്റെ റീസൺ ഈ ഒരു സ്വെല്ലിംഗ് ആണ്. സോ ഡോക്ടറെ കോൺടാക്ട് ചെയ്തപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്, 2 or 3 days. ആക്ച്വലി ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ കേസിൽ നോർമലി ഡേ 3 അല്ലെങ്കിൽ ഡേ 4 തൊട്ട് ഡേ 7 വരെയാണ് സ്വെല്ലിങ് ഫേസിൽ നിൽക്കുക. സോ മിക്കവാറും കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിവേ ഞാൻ ഡേ 7 വരെ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് റിസൾട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ ട്രാൻസ്പ്ലാന്റഡ് ഏരിയയുടെ അവസ്ഥ. ആൻഡ് ഡോണർ ഏരിയയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഡോണർ ഏരിയ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഹീലായി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഡേ 5 ആയിട്ടും എനിക്ക് ഇതുവരെ ഡോണർ ഏരിയയിൽ പെയിൻ ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ നമ്മൾ കിടക്കുമ്പോഴും ആ ഒരു പാർട്ട് വെച്ചിട്ടാണല്ലോ കിടക്കുക. സോ ഇതുവരെ എനിക്ക് അവിടെ പെയിൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ഒരു സെൻസേഷൻ ഉണ്ട്, അവിടെ വൂൺസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സെൻസേഷൻ എനിക്കുണ്ട്, അതെനിക്ക് ഫീൽ ചെയ്യുക. ബട്ട് പെയിൻ ആയിട്ടൊന്നുമില്ല. ആൻഡ് ബ്ലീഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഡേ 5 വരെ ആയിട്ടും ഇതുവരായിട്ടില്ല. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ട്രാൻസ്പ്ലാന്റഡ് ഏരിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ട്രാൻസ്പ്ലാന്റഡ് ഏരിയ ആണെങ്കിലും ഇതുവരെ പെയിനായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ഇപ്പോൾ അത് ഫിക്സ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഡേ 3 മുതലാണ് ഹെയർ ഫിക്സ് ആയി തുടങ്ങുക. ഇപ്പോൾ അത് ഫിക്സ് ആയി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് റുട്ടീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റുട്ടീൻ നമ്മൾ ഡേ 4 ഡിസ്കസ് ചെയ്ത സെയിം റുട്ടീനാണ് ഇന്നും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്വെല്ലിങ്ങിൻ്റെ കാര്യമല്ലാതെ വേറെ ഒരു കുഴപ്പവും ഡേ 5 ഫീൽ ചെയ്തിട്ടില്ല.